നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ശക്തമായ കൊടുങ്കാറ്റ് വരുന്നതായി മുന്നറിയിപ്പ്. സ്വദേശികൾക്കും താമസക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം. പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതലുള്ള യൂറോപ്യൻ രാജ്യമാണ് UK. ഇവിടെയുള്ളവർക്കായി ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് പങ്കുവയ്ക്കാനുള്ളത്. സിയാറാൻ കൊടുങ്കാറ്റ് വരുന്നതായി മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ബാബിറ്റ് കൊടുങ്കാറ്റ് ഉണ്ടാക്കിയ ദുരിതം മാറും മുൻപേ അടുത്ത കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പ്. 90 മൈൽ വരെ വേഗതയിൽ കാറ്റ് വീശിയടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ മഴയും ഇടിമിന്നലും വ്യാപകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാഴാഴ്ച വരെ UKയിലെ സതേൺ മേഖലകളിൽ ഗുരുതരമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്. സതേൺ ഇംഗ്ലണ്ട്, സൗത്ത് വെസ്റ്റ് വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, സെൻട്രൽ നോർത്ത് ഈസ്റ്റ് സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലെല്ലാം യെല്ലോ അലർട്ടും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വരുന്ന ആഴ്ചയിൽ കാലാവസ്ഥ വീണ്ടും മോശമാക്കി സിയാറാൻ കൊടുങ്കാറ്റ് വീശുമെന്നാണ് എക്സിറ്റർ ആസ്ഥാനമായുള്ള UK മെറ്റ് ഓഫീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഇംഗ്ലണ്ടിലും വെയിൽസിലും ശക്തമായ കാറ്റിന് പുറമെ കനത്ത മഴയും പെയ്യും. കഴിഞ്ഞ ആഴ്ച അരങ്ങേറെ ശക്തമായ മഴയും ഇടിമിന്നലും അവസാനിക്കുന്നതിന് മുൻപാണ് അടുത്ത കൊടുങ്കാറ്റ് UK തീരത്തേക്ക് എത്തുന്നത്. സതേൺ വെസ്റ്റേൺ മേഖലകളിൽ 40 മുതൽ 60 mm വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. യെല്ലോ അലർട്ട് നിർദ്ദേശം നിലവിലുള്ളതിനാൽ ചെറിയ തോതിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. റോഡുകളിൽ ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും നേരിടും. കാലാവസ്ഥ മോശമാകുന്നതിനാൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളാണ് എൻവയോൺമെന്റ് ഏജൻസി പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടാൽ ഇതിലൂടെ ഡ്രൈവ് ചെയ്യുന്നത് ഒഴിവാക്കണം. സതേൺ വെസ്റ്റേൺ മേഖലകളിൽ 20 മുതൽ 25 mm വരെ വ്യാപകമായ മഴയാണ് മെറ്റ് ഓഫീസ് പ്രവചിക്കുന്നത്. അതേസമയം തെക്കൻ മെക്സിക്കോയിലെ ഗ്വേരേരോ സംസ്ഥാനത്തെ അകാംപുൽക്കോയിൽ വീശിയടിച്ച ഓറ്റിസ് കൊടുങ്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 39 കിഴക്കൻ പസഫിക്കിൽ രൂപപ്പെട്ട ഓറ്റിസ് വ്യാഴാഴ്ചയാണ് മണിക്കൂറിൽ 165 മൈൽ വേഗതയിൽ നിലം തൊട്ടത്. നിരവധി വീടുകൾ തകർന്നു. വൈദ്യുതി വിതരണം താറുമാറായി. വെള്ളം, ടെലിഫോൺ, മൊബൈൽ ഫോൺ സേവനങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട്. 29 പുരുഷന്മാരും 10 സ്ത്രീകളുമാണ് മരിച്ചത്. മരിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കുറഞ്ഞത് 10 പേരെയെങ്കിലും കാണാനില്ല. നിലവിൽ ഒറ്റപ്പെട്ട നിലയിലുള്ള അകാപുൽക്കോയിൽ നിന്ന് രാജ്യത്തെ മറ്റു നഗരങ്ങളിലേക്ക് ജനങ്ങൾക്ക് ആശയവിനിമയം നടത്താനാകാത്ത സ്ഥിതിയാണ്. ഹോളിവുഡ് താരങ്ങളുടെ അടക്കം ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നായ റിസോർട്ട് നഗരമാണ് അകാപുൽക്കോ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.